അട്രാക്ഷനുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആരായാലും നോക്കി വന്ന ഡിസൈനാണ് ഈ ഒരു കൂപ്പിഷ് ഡിസൈൻ എന്ന് പറയുന്നത്. പേഴ്സണൽ എല്ലാവർക്കും ഹാൻഡ് ഫ്രീ അസിസ്റ്റന്റ്, കാല് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കുന്നത്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെന്റുകൾ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്, സീപോർട്ട് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്, ഓട്ടോ. നമ്മൾ ഇന്ത്യൻ ബ്രാൻഡ് സേഫ്റ്റിനെ കുറിച്ച് പറയുമ്പോഴും ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഇന്ത്യൻ ബ്രാൻഡായി നമുക്ക് അഭിമാനം പറയുന്ന ഒരു കാര്യമാണ് ടാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ടാറ്റ കർവ് EV ആണ്. ശരിക്കും ഒരു ഉറൂസും അതുപോലെ തന്നെ ഒരു കൂപ്പി ഡിസൈനിൽ വരുന്ന വണ്ടിയാണ് ഈ വാഹനം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുന്നത്. എല്ലാവർക്കും നമ്മൾ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അതാണ് നമ്മൾ പറഞ്ഞ ടാറ്റ കർവ് എന്ന് പറയുന്നത്. ശരിക്കും ഒരു കൂപ്പി ഡിസൈനാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല ആരായാലും നോക്കി പോകുന്ന ഡിസൈനും കൂടിയാണ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു കൂപ്പിഷ് ഡിസൈനാണ്. ഭയങ്കര സേഫ്റ്റി ഫീച്ചേഴ്സും ഒരുപാട് ഫീച്ചേഴ്സും ഉള്ളൊരു വണ്ടിയാണ്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടും അതുപോലെ തന്നെ സേഫ്റ്റി പരമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ളൊരു വണ്ടിയാണ് ടാറ്റയുടെ ഒരു കഴിവുന്നുണ്ട്. ശരിക്കും തികച്ചും ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. വണ്ടിയുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ തന്നെ കഴിവുന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് ഔട്ടിലാണ് ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. നേരത്തെ DRL സെക്ഷനും കൊടുത്തിട്ടുണ്ട്. പരസ്പരം കണക്റ്റഡ് ആയ DRLാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. 10 ഇൻഡിക്കേറ്റേഴ്സും ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല ഇതിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെയാണ് കൊടുത്തുള്ളത്. ഈ ലോഗോയുടെ അകത്താണ് ചാർജിങ് സോക്കറ്റ് കൊടുത്തുള്ളത്. അത് നമുക്ക് ഇന്ത്യയിൽ ഒരു ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ലോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ആ ഒരു ക്യാമറ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ സപ്പോർട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ ക്യാമറയാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നുള്ളത്. പാർക്ക് സെൻസേഴ്സ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സിന് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ലൈൻ കീപ്പ് അസിസ്റ്റൻറ്റ്, എമർജൻസി പടി വാണിംഗ്, ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. റഡാർ സിസ്റ്റം ക്യാമറ ഇട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. LED ലാംപ്സ് ആണ് താഴെ വന്നുള്ളത്. അവിടെ കയറുന്ന ഒരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. പിന്നെ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഹൗസിങ്ങും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു മാച്ചിങ് രീതിയിലാണ് ആ കളറും പിയാനോ ബ്ലാക്ക് ഫിനിഷും ഭയങ്കര മാച്ച് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല ഇതിൻ്റെ ഇതാണ് ഇതൊരു കീ വന്നത്. ലോക്കാണ് ലോക്ക്. അത് ബൂട്ട് സ്പേസിനും ബട്ടനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹെഡ് ലാമ്പ് ഓണാക്കുള്ള ഒരു ബട്ടനും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൊരു പ്രീമിയം കൊടുക്കുന്ന കീ ആണ് ഈ മാതിരി കൊടുത്തിട്ടുള്ളത്. കണ്ടോ ഇവിടെ ഈവനുള്ളൊരു ബാഡ്ജിങ്ങും കാണാനായിട്ട് സാധിക്കും. നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുമ്പോൾ സൈഡ് പ്രൊഫൈൽ വീൽ സെക്ഷൻ നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് വീലാണ് വന്നിട്ടുള്ളത്. അതും എയറോഡൈനാമിക് ഡിസൈനിലാണ് ഒരു വീല് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതിൽ ടാറ്റ ലോഗോ കാണാൻ സാധിക്കും. ഡുവൽ ടോൺ കളറിലാണ്. ഗൺമെറ്റിൽ കാണാൻ ഒരു ബ്ലാക്ക് ഫിനിഷും കാണാനായിട്ട് സാധിക്കും. പിന്നെ വീൽ ആർച്ചേഴ്സ് കാണാൻ സാധിക്കും. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഒരു വീൽ ആർച്ചേഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നേരെ ഡോട്ട് ഈവിനൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ വണ്ടി EV ആണ്, ഇലക്ട്രിക് വെഹിക്കിളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാഡ്ജിങ്ങാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. സൈഡ് വ്യൂ മിറർ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് 10 ഇൻഡിക്കേറ്റേഴ്സും ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 360 ക്യാമറ സേവ് മിററാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാമറ വേണ്ടിയാണ് അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ ഫ്ലഷ് ഡോർ ഹാൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ ഇങ്ങനെയാണ് ഡോർ അൺലോക്ക് ചെയ്യുന്നത്. ഒരു സിസ്റ്റം അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂഫ് ലൈൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത്. കണ്ടോ ശരിക്കും ഒരു കൂപ്പേ ഡിസൈനിൽ വന്നിട്ടുള്ളത്. ഒരു അട്രാക്ഷനുള്ള രീതിയിലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ആരായാലും നോക്കി വന്ന ഡിസൈനാണ് ഈ ഒരു കൂപ്പിഷ് ഡിസൈൻ എന്ന് പറയുന്നത്. പേഴ്സണൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ് ഒരു കൂപ്പേ ഡിസൈൻ. ശരിക്കും ഒരു സ്പോർട്ടി ഫീൽ നമുക്ക് ലഭിക്കുന്ന രീതിയിലാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ഇതാണ് ബാക്ക് പ്രൊഫൈൽ വന്നുള്ളത്. ടാറ്റയുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്, ക്യാമറ കൊടുത്തിട്ടുണ്ട്, ടാറ്റ കർവ് എന്നുള്ളൊരു ബാഡ്ജിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫുൾ പിയാനോ ബ്ലാക്ക് ഫിനിഷിലൊരു ബാക്ക് ബമ്പർ വന്നല്ലോ. അതിൽ പാർക്കിംഗ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റിഫ്ലക്ഷൻ വേണ്ടി ഇവിടെ കൊടുത്തില്ലേ. ടെയിൽ ലാംപ്സ് ഇവിടെ പരസ്പരം കണക്റ്റഡ് ആയ ടെയിൽ ലാംപ്സാണ് ഈ വാതിലും കൊടുത്തിട്ടുള്ളത്. ഡിഫോക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഇതിൽ വന്നിട്ടില്ല. നമുക്ക് ഇവിടെ തന്നെയാണ് ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലെക്സ് ആൻഡ് ടാറ്റ എന്നൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഷാർഫിൻ ആൻറ്റിന ഇവിടെ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട്. കണ്ടോ സെൻട്രലൊരു ബൾജ് നിൽക്കുന്ന സ്പോയിലറാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഈ ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാൻ ഒരുപാട് രീതിയുണ്ട്. കീയിൽ ഓപ്പൺ ആക്കാം, അല്ലെങ്കിൽ ഇവിടെ കാൽ സ്വൈപ്പ് ചെയ്ത് ഓപ്പൺ ആക്കാം. ഇവിടെ പ്രസ് ചെയ്തിട്ടും നമുക്ക് ഓപ്പൺ ആക്കാം. കാണിച്ചു തരാം. 1 ടച്ചിൽ ഓപ്പൺ ആയ ബൂട്ട് ലിഡാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. കാരണം ഇതാണ് ഇതിനൊരു ബൂട്ട് സ്പേസ്. അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസാണ് വന്നുള്ളത്. ടൂൾ കിറ്റും കാണാതെ താഴെയാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടോ അതിൽ ടൂൾ കിറ്റ് സ്പേസ് വന്നുള്ളത്. ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോൾ നമ്മളെ കൂടെ വേറൊരു EV കാറുണ്ട്, ഒരു നെക്സോ ഉണ്ടെങ്കിൽ നെക്സോൻ്റെ ചാർജ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. അതിനും അത്രയുള്ള പവർ ഈ വാഹനത്തിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ JBL സ്പീക്കേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പാർസൽ ട്രേ കൊടുത്തിട്ടുണ്ട്. 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ബട്ടൺ അത് നേരെ ക്ലോസ് ആയിക്കോളും. നമ്മൾ ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഇവിടുത്തെ ഒരു ഇൻറ്റീരിയർ വന്നുള്ളത് ശരിക്കും ഒരു പ്രീമിയം ഫീൽ ലഭിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ്
ഈ വാഹനത്തിന് കൊടുത്തിട്ട് പറയുന്ന സമയത്ത് ഫസ്റ്റ് നമുക്ക് ഡോർ പേളിൽ തുടങ്ങാം. ഭയങ്കര ഒരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്, ഒരു സ്പീക്കർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ഇവിടെ സ്റ്റോറേജ് സ്പേസും അവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ JBL സ്പീക്കേഴ്സ് വാഹനത്തിൽ വന്നിട്ട് പറഞ്ഞു അവിടെ സ്പീക്കേഴ്സും ഡോർ പാഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ അംബ്രല്ല ഹോൾഡറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അംബ്രല്ല നമുക്ക് വേറെ ഇതിൽ വെക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ബാഡ്ജിങ്ങാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ കർവ് എന്നുള്ളൊരു സ്കഫ് പ്ലേറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടത്തെ ഈ ഡ്രൈവർ സീറ്റ് മാത്രമാണ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉള്ളത്. ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്യാം. അതുമാത്രമല്ല ഫ്രണ്ട് 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബട്ടൺ കാണാനായിട്ട് സാധിക്കും. നമ്മളിവിടെ ഒരു AC വിൻഡോ കാണാൻ സാധിക്കും. ഇവിടെ കാർബൺ ഫൈബർ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത്. ഒരു 3D ഡിസൈൻ പോലെയാണ് ഈ ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇന്ത്യയിലേക്ക് കയറി ഇരുന്ന് നോക്കുമ്പോൾ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ഡ്രൈവർ ക്യാബിൻ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു പ്രീമിയം ലുക്ക് കൊടുക്കുന്ന രീതിയിലാണ് ഒരു ഡ്രൈവർ ക്യാബിൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇഗ്നിഷൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഫുള്ളി ഡിജിറ്റൽ ഒരു ക്ലസ്റ്റർ ഉണ്ട് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് അറിയാൻ സാധിക്കും. കണ്ടോ, അഡാസിൻ ഫീച്ചേഴ്സൊക്കെ ഇവിടെയാണ് കൺട്രോൾ ചെയ്യുന്നത്. സെറ്റിങ്സ്, ട്രിപ്പ് ഇൻഫോ, ഡ്രൈവർ അസിസ്റ്റൻ്റ്, ഇത് അഡാസ് ഫീച്ചേഴ്സിൻ്റെയാണ് കൊടുത്തിട്ടുള്ളത്. ടയർ പൊസിഷൻ മോണിറ്റർ, വെഹിക്കിൾ അനുസരിച്ച് അത് നമ്മൾ എനർജിയാണ് എത്ര കാണിക്കണമൊക്കെ കണ്ടോ. അല്ലാതെ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ഇതാണ് കൊടുത്തുള്ളത്. ഇതന്നെ അഡാസ് ഫീച്ചേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ. പിന്നെ ഇല്ലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിൽ കൊടുത്തുള്ളത്. പാഡൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ വലിയൊരു ഇറങ്ങി വരുമ്പോൾ വണ്ടിക്ക് കുറച്ചും കൂടി ബൂസ്റ്റ് ആവണം, വണ്ടിയുടെ എനർജി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. പ്ലസ് നമ്മൾ എനർജി കയറും ചെയ്യും, വണ്ടി മെല്ലെ സ്ലോ ഡൗൺ ആയിട്ട് ഈ ഇറങ്ങി വരും ചെയ്യും. അതിൻ്റെ ഒരു യൂസ്ഫുൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഡുവൽ ടോൺ കളറാണ് ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലാക്ക്, ഇവിടെ ഒരു ബീച്ച് എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ ഒരു ഗൺമെറ്റൽ ഫിനിഷും കൊടുത്തിട്ടുണ്ട്. പിന്നെ ടാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് സേഫ്റ്റിയും, അപ്പോൾ ഇവിടെ ഒരു എയർ ബാഗ് വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെയും അറൗണ്ട് എല്ലായിടത്തും നമുക്ക് എയർ ബാഗ് ഉണ്ട്. അറൗണ്ട് ഒരു 6 എയർ ബാഗ് മാത്രം അവൈലബിൾ ആണ്. നമ്മൾ നേരെ ഒരു ഇൻഫോടൈപ്സ് നോക്കുകയാണെങ്കിൽ ഇതിലും ഒരുപാട് കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ്രോയിഡോ, ആപ്പിൾ കാർപ്ലേ, അതുമാത്രമല്ല ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. EVൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ക്യാമറ, സറൗണ്ട് വ്യൂ ക്യാമറ. അപ്പോൾ ഇതാണ് ഒരു ക്യാമറ യൂണിറ്റ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് 3D വിഷ്വലൊരു വിഷ്വലാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്കേത് വ്യൂവിന് വേണ്ടി നോക്കാം. അങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സൗണ്ട് ഡെമോ ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്പീക്കേഴ്സ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. JBL സ്പീക്കേഴ്സ്, JBL മൂഡ്സും ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഇത് നമ്മളെ വെഹിക്കിൾ സെറ്റിങ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിൽ വണ്ടിയിൽ ആംബിയൻ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റ്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കണ്ടോ, താഴെയും അതിൽ സൺറൂഫിൻ്റെ സൈഡിലും ആംബിയൻ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. കണ്ടോ, ഇതിൽ മാറ്റം നമുക്ക് കളറും ചേഞ്ച് ചെയ്യാനായിട്ട് വോയിസ് അസിസ്റ്റൻ്റ്. നമ്മൾ വോയിസിൽ നമുക്ക് കൺട്രോൾ ചെയ്തിട്ട് വിൻഡോ ഓപ്പൺ ആക്കാനും സൺറൂഫ് ഓപ്പൺ ആക്കാനും ഒക്കെ നമുക്കിതിൽ സാധിക്കുന്നതാണ്. ഞാൻ താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 3D മെറ്റീരിയലാണ് ഈ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. ആംബിയൻ ലൈറ്റ്സ് ഇവിടെ വന്നിട്ടുണ്ട്. നേരെ താഴെ ഒരു ടച്ച് പാഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരുപാട് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസ് ഓപ്പൺ ആക്കാം, 360 ക്യാമറ, ലോക്ക് അൺലോക്ക്, ഹസാർഡ്, അതുപോലെ നമുക്ക് ഫ്രണ്ടിലത്തെ ഓപ്പൺ ആക്കാൻ പറഞ്ഞു ചാർജിങ് സോക്കറ്റ്, അതിൻ്റെ ബട്ടണാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ AC കൺട്രോൾസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ USB പോർട്ടും ഒരു C പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു 12 ചാർജിങ് സോക്കറ്റും കാണാനായിട്ട് സാധിക്കും. നേരെ താഴെ ട്രാൻസ്മിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ടാറ്റിൽ കാണുന്ന പോലെ ട്രാൻസ്മിഷൻ ഇതിലും വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ക്ലിപ്പിൻ്റെ പ്രസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഡ്രൈവ് മോഡ് സെലക്ഷൻ വന്നിട്ടുണ്ട്. സ്പോർട്ട് ഡ്രൈവ് മോഡ്, സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്, എക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ് എന്നീ 3 ഡ്രൈവ് മോഡ്സാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്. അത് മാത്രമല്ല നമ്മൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്ന ആംബിയൻ ലൈറ്റ്സിന്റെ കളറും മാറുന്നുണ്ട്. കണ്ടോ, സ്പോർട്സ് ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്, സ്പോർട്സ് ആകുമ്പോൾ റെഡ് തീം വരുന്നുണ്ട്. സിറ്റി ഡ്രൈവ് മോഡ് സിറ്റി ഒരു ബ്ലൂ തീം വരും. എക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്, എക്കണോമി ഒരു ഗ്രീൻ ഫിനിഷ് വരും. അത് നമുക്ക് ഡോർ പാഡിൽ നമുക്ക് ആംബിയൻ ലൈറ്റ്സ് വന്നിട്ടുണ്ട്. നേരെ പാർക്കിംഗ് ബ്രേക്ക് കൊടുത്ത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ഹോൾഡും ഇവിടെ ഒരു വയർലെസ് ചാർജിങ് പോർട്ടാണ് കൊടുത്തത്. ഫോൺ നമുക്ക് വയർലെസ്സിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. ഹാൻഡ് റെസ്റ്റ്, അതിൽ കുറച്ച് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലൗ ബോക്സ് വെക്കണമെങ്കിൽ അത്യാവശ്യം വലിയൊരു ഗ്ലൗ ബോക്സ് ഈ വാഹനത്തിൽ വന്നുള്ളത്. 2 സെക്ഷനായിട്ടാണ്. ഇവിടെയും വെക്കാം, ഇവിടെ നമുക്ക് പേപ്പേഴ്സ് കാര്യങ്ങൾ വെക്കാൻ സാധിക്കും. അത്രയും സ്റ്റോറേജ് സ്പേസാണ് ഈ വാഹനത്തിൽ വന്നുള്ളത്.
പിന്നെ റിയർ വ്യൂ മിറർ കൊടുത്തിട്ടുണ്ട്, സൺറൈസ് അതിൽ വന്നിട്ടുണ്ട്, ലാമ്പ് LED ലാംപ്സ് ആണ്, അത്യാവശ്യം നല്ല വിസിബിലിറ്റി ലാംപ്സ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ SOS ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇത് പ്രസ് ചെയ്താൽ നമുക്ക് വേണ്ട ഫീച്ചേഴ്സ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഒരു പെനോറമിക് സൺറൂഫും വന്നിട്ടുണ്ട് വാഹനത്തിൽ. അത്യാവശ്യം വലിയൊരു സൺറൂഫാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത്. നമ്മൾ സെക്ടറിനെ കുറിച്ച് പറയുമ്പോഴും 90 ഡിഗ്രി ഓപ്പൺ ഒരു ഡോർ സിസ്റ്റം ഈ വാഹനത്തിൽ വന്നാൽ നമുക്ക് ഏത് ഡോറും 90 ഡിഗ്രി ഓപ്പൺ ആയി സാധിക്കും. പിന്നെ ഒരു കൂപ്പിഷ് ഡിസൈൻ ആയ കാരണം നമുക്ക് ഹെഡ് റൂം കുറവാന്ന് തോന്നും. നമുക്ക് ജസ്റ്റ് ഉള്ളിലിരുന്നിട്ട് കാണിച്ചിടും എൻ്റെ ഹെഡ് റൂം. ഈ ഡോർ പാഡ് നോക്കണം, പറയും വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡോർ ലോക്ക് അൺലോക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. JBL സ്പീക്കേഴ്സ് ഡോർ പാഡിലും വന്നിട്ടുണ്ട്. ഇവിടെ ടാറ്റ കവുന്ന ഒരു സ്കഫ് പ്ലേറ്റും കൊടുത്തു, പിന്നെ ബ്ലാക്ക് ഫിനിഷിലും കൊടുത്തുള്ളൂ, ഡാർക്ക് ക്രോം എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൽ ചെയ്തിട്ടുള്ളത് 70D മാറ്റാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. ഭയങ്കര യൂസ്ഫുൾ ഒരു മാറ്റാണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നമുക്ക് ടാറ്റയുടെ ആക്സറീസ് ആയിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. ഇതൊരു ഹെഡ് റൂം ജസ്റ്റ് കാണിച്ചിടാം. നമ്മൾ കൂപ്പിഷായ കുറച്ച് ഹെഡ് റൂം കുറവ് തോന്നും, പക്ഷെ അത്യാവശ്യം നല്ലൊരു ഹെഡ് റൂം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. കണ്ടോ, അത്രയും നമുക്ക് ലെഗ് റൂം ഇതിൽ ലഭിക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്, സീ പോർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല കംഫർട്ടുള്ള സീറ്റാണ്, തേസപ്പോയിട്ട് അത്യാവശ്യം നല്ല ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊരു ഹാൻഡ് റെസ്റ്റും പിന്നെ കപ്പ് ഹോൾഡേഴ്സാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. കവർ പൊട്ടിക്കാത്ത കാരണം കാണിക്കാൻ സാധിക്കില്ല. പിന്നെ എയർ ബാഗ് നമുക്ക് റിയറിലും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ഓണറിനെ മൂവ് നമ്മൾ കൂടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് ഈ വണ്ടി ഇഷ്ടപ്പെട്ട്? ഈ ഒരു ഇതിലുള്ള സെറ്റിങ്സും ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഡിക്കിയിൽ കാലുകൊണ്ട് തുറക്കണ ഹാൻഡ് ഫ്രീ അസിസ്റ്റന്റ്, കാല് സ്വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓപ്പൺ ആക്കണത്, അതും ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ റൂഫ്, സൺറൂഫ്. അപ്പോൾ ഭാവിയിൽ ഒരു ഓട്ടോ എൻതൂസിയാസ്റ്റ് ആയിരിക്കും, ശരിക്കും ഒരു വണ്ടി ഭ്രാന്തൻ അല്ലേ? വണ്ടി ഇഷ്ടപ്പെട്ടല്ലേ എനിക്ക്? അപ്പോൾ ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണ്? ഒരു ഡ്രീം വണ്ടി ഉണ്ടല്ലോ മനസ്സിൽ, ഒരു സൂപ്പർ കാറോ ഉണ്ടാവില്ലേ? അങ്ങനെ വെച്ചാൽ കുറേ ഉണ്ട്. ഏതെങ്കിലും ഒരു വണ്ടിയുടെ രണ്ട് വണ്ടിയുടെ പേര് പറയാൻ പറ്റുമോ? ബുഗാട്ടി സൂപ്ര MK4 ഫാനല്ലേ? അത് എല്ലാവർക്കും അറിയാം, എനിക്കും എല്ലാവർക്കും നമ്മള് സൂപ്ര ഫാൻസ് അല്ലേ. അപ്പോൾ ഇത്രക്കുള്ള ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു കൂപ്പിഷ് ഡിസൈൻ, കാരണം ആരായാലും നോക്കി പിന്നെ ഡിസൈനാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഇതിന് നല്ല വിശേഷങ്ങൾ അടുത്ത വീഡിയോ ചെറിയൊരു ബ്രേക്ക്.